നമ്മളുവരെ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് മറ്റൊന്നുമല്ല, നമ്മുടെ രേണുസുതി വിവാഹം കഴിക്കാൻ പോകുന്നു. ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു. അപ്പോൾ ആ സ്റ്റോറി ഞാനിവിടെ വെക്കാം, ഒപ്പം ഒന്ന് വായിക്കുകയും കൂടി ചെയ്യാം. ഒറ്റയ്ക്ക് ജീവിച്ചു മടുത്തു. എന്നെ മനസ്സിലാക്കുന്ന, എന്നെ നോക്കുന്ന, എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന ഒരാളെ വേണം എന്ന് തോന്നി തുടങ്ങി. പിന്നെ ഒരു ലവ് ചിഹ്നം, ഒരു ഫയർ, ഒരു ചിരിക്കുന്ന ഇമോജി, ഇത്രയും ടൈപ്പുണ്ട്. എന്തായാലും ഇത് കാണുമ്പം എല്ലാവർക്കും ഒരു തോന്നൽ വരും. രേണുസുതി ഇടയ്ക്കിടയ്ക്ക് മീഡിയയ്ക്ക് ബൈറ്റ് കൊടുക്കുന്നുണ്ടല്ലോ, ഞാൻ ഒരു മുസ്ലിം ചെറുക്കനുമായിട്ടാണ് ഇഷ്ടത്തിൽ, ഒരു മുസ്ലിം അല്ലാത്ത ചെറുക്കനുമായിട്ടാണ് ഇഷ്ടത്തിൽ, ഞാൻ തട്ടം ഇട്ടുകൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പൈസകൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അത് അവർ നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് വേറൊരു വശം. അപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ, ഇങ്ങനെ സ്റ്റോറിയുടെ വീഴുമ്പോഴത്തേക്ക് ആരാധകരായവർക്കും അവരെ റിയാക്ട് ചെയ്യുന്നവർക്കും സ്വാഭാവികമായിട്ട് ഒരു ചിന്തയുണ്ടാവും, രേണുസുതി വിവാഹം കഴിക്കാൻ പോവുകയാണോ എന്നുള്ളത്. അതിനകത്ത് നമുക്ക് കുറ്റം പറയാൻ ഒക്കത്തില്ല. അവർ വിവാഹം കഴിക്കുകയോ അവർ ലിവിങ് ടുഗദറായിട്ട് താമസിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അവരിഷ്ടം. ഒരു ഭർത്താവ് മരിച്ചു പോയ ഒരു പെണ്ണ് ജീവിതകാലം മുഴുവൻ പിന്നെ വിധവയായി വെള്ള സാരി കൊടുത്ത് ജീവിക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അഥവാ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ തന്നെ അവരത് കേൾക്കണമെന്നുമില്ല. അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ്, അവരുടെ ജീവിതമാണ്. പിന്നെ അവർ നോക്കേണ്ടത് അവരുടെ മക്കളുടെ ഭാവി മാത്രമാണ്. പിന്നെ നമ്മളെടുത്ത് റിയാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പുറത്ത് വന്ന അവർ ഈ മീഡിയയ്ക്ക് മുമ്പിൽ നമ്മളെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ ഈ എന്താണ് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി അവർ കാണിക്കുന്ന ചില കോപ്രായങ്ങൾ മാത്രമാണ് നമ്മൾ എന്തെടുക്കുന്നത്, നെഗറ്റീവായിട്ട് എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നത്. ഈ നെഗറ്റീവുകളൊക്കെ ഉണ്ടെങ്കിൽ രേണുസുതി ഉള്ളൂ, അതും ഒരു സത്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 1-2 വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണാം. അതായത് ഈ രേണുസുതി മരിച്ചതിന് ശേഷം ഇവർക്ക് വീടൊക്കെ കിട്ടുന്ന ആ ഒരു സമയത്തൊക്കെ രേണുസുതിക്ക് ഒരു ഇൻ്റർവ്യൂ നടത്തിയുണ്ടായി. ആ ഒരു ഇൻ്റർവ്യൂ രേണുസുതി പറയുന്ന കുറച്ച് പോർഷൻ നമുക്കൊന്ന് കാണാം. ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല. പിന്നെ എന്നെ അടുത്തറിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ, കൂട്ടുകാരൊക്കെ ആണെങ്കിലും, അവര് പറഞ്ഞു തരും, നീ ചെറുപ്പമാണ്, ഇപ്പം വേണ്ട രേണു, മുന്നോട്ട് കല്യാണത്തെ പറ്റി ചിന്തിക്കണം, നല്ല ആലോചന വന്നാൽ കല്യാണം കഴിക്കണം, ഇപ്പോഴും പറഞ്ഞു തരുന്നവരുണ്ട്, ഇന്നും കൂടെ പറഞ്ഞു തരുന്നവരുണ്ട്. അപ്പം അതിനോടൊന്നും ഞാൻ കൂടുതലും ഒന്നും പ്രതികരിക്കാറില്ല, ചിരിച്ചങ്ങ് മാറും, അത്രേ ഉള്ളൂ. ഇല്ല ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ തീരുമാനം. അത് കടുത്ത തീരുമാനം തന്നെയാണ്, അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. പബ്ലിക്കായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇത് കേട്ടല്ലോ നിങ്ങൾ. ഇത് ഭർത്താവ് മരിച്ച് അത്ര ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് കെട്ടിയ ഒരു വ്യക്തി. അപ്പം ആ ഒരു വ്യക്തി വേറെ പിരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് എന്തായാലും ആ ഒരു സ്ത്രീയുടെ കാഴ്ചപ്പാട് ആരായാലും അങ്ങനെ വരത്തുള്ളൂ. ഒരു ഭർത്താവ് മരിച്ച് ഇന്ന് മരിച്ച് നാളെ പോയി വേറെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ 1 മാസമോ 1 വർഷമോ 2 വർഷമോ 3 വർഷമൊക്കെ എടുക്കുക ആ ഒരു ട്രോമയിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടി. പ്രത്യേകിച്ച് ഇവർ ഒരുപാട് സുധിയെ സ്നേഹിച്ച് കെട്ടുകയും കൂടെ ചെയ്ത വ്യക്തിയായതുകൊണ്ട്. അപ്പോൾ അന്നത്തെ അവരുടെ കാഴ്ചപ്പാടാണ് അവരെ പറഞ്ഞത്, ഒരിക്കലും ഞാൻ വിവാഹം കഴിക്കില്ല, പിന്നെ ഇങ്ങനെ തന്നെ പോകത്തുള്ളൂ എന്നുള്ളത്. മനുഷ്യരാണ്, മാറ്റങ്ങൾ സംഭവിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാം, വ്യക്തികളിൽ മാറ്റങ്ങൾ സംഭവിക്കാം. എന്തായാലും എല്ലാ മനുഷ്യരിലും ഈ മാറ്റം സംഭവിക്കും. അങ്ങനെ സംഭവിക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ പറയത്തുള്ളൂ. ജീവിതകാലം മുഴുവൻ വിധവയായി എന്നും പറഞ്ഞ് അവർ ഒറ്റയ്ക്ക് താമസിക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാലും അത് അവർ കേൾക്കേണ്ട കാര്യവുമില്ല. പിന്നെ ഇതിനകത്തുള്ള ഒരു കേസ് കിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ കുറച്ചുകൂടെ അങ്ങോട്ട് കഴിഞ്ഞ് ഒരു ഈ സോഷ്യൽ മീഡിയയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി രേണുസുതി ഒന്ന് അറിഞ്ഞു വന്നപ്പോഴത്തേക്കുള്ള ഒരു ഇൻ്റർവ്യൂ കൊടുത്ത ഒരു കാര്യം. നാളെ ചിലപ്പോൾ മക്കളെല്ലാം 2 ആമക്കളാണ്. അവരെ ഇപ്പം ഇതിലൂടെ ഞാനങ്ങ് പറയുകയാണ്, മക്കൾ ആമക്കളാണ്. ഇത്രയും നാളത്തെ തീരുമാനം ഓരോ മാനസിക അവസ്ഥകളിലാണ് വരുന്നത്, ഇല്ലേ? ഒരു പെണ്ണോ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് പല മാനസികാവസ്ഥയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഇനിയിപ്പോൾ നാളെ മക്കൾ പറയും അമ്മയ്ക്ക് കൂട്ട് വേണമെന്ന്, അവരും ഓക്കെ ആണെങ്കിൽ ഞാനും ഓക്കെയാണ്, എനിക്കതിനൊന്നും എതിർപ്പില്ല. ഇന്നല്ല നാളെ. ഇപ്പം പറയും അവൾ പറഞ്ഞത് കെട്ടുന്നില്ലല്ലോ, കെട്ടായിക ഒന്നുമല്ല ഞാനിവിടെ കൂട്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നെ മനസ്സിലാക്കുന്ന, അല്ലെ എന്നെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന എൻ്റെ മക്കളെ, എന്നെക്കാളിലും എൻ്റെ മക്കളെ അംഗീകരിക്കുന്ന ആരാണേലും അതാരും ആയിക്കോട്ടെ, ഇന്നല്ല എന്നെങ്കിലും ഭാവിയിൽ എന്നെ സംബന്ധിച്ച് എത്ര നാൾ ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാനങ്ങ് പറയുകയാണ്. ഇപ്പം എൻ്റെ മക്കൾ തന്നെ പറഞ്ഞു, കിച്ചുവിനോട് ചോദിച്ചു, കിച്ചുവിന് അമ്മയ്ക്ക് ഇഷ്ടമാണ്, അമ്മ കല്യാണം കഴിച്ചോട്ടെ. കല്യാണവും അല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു കൂട്ട് വേണമെന്ന് മക്കള് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അത് ആ സമയത്ത് എന്താണോ തോന്നുന്നത് അത് നമ്മൾ ചെയ്യും. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ രേണുസുതി ഈ ട്രോമയിൽ നിന്നൊക്കെ പുറത്ത് വന്ന് പിന്നെ മുമ്പോട്ട് പോയി സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം അറിയാനൊക്കെ തുടങ്ങി. ആ ഒരു ഘട്ടത്തിലൊക്കെ വന്ന സമയത്തുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. ഓക്കെ, അവരുടെ മക്കൾ തന്നെ പറയുന്നുണ്ട് അമ്മയ്ക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിവാഹം കഴിച്ചു. അവർ തന്നെ പറയുന്നുണ്ട് എനിക്ക് എത്ര നാളിങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റും എന്ന്. സത്യമാണ്, അവർക്ക് വീട്ടിൽ അത്ര ആൾക്കാരുണ്ട്, അവർക്ക് താമസിക്കണം, അവർക്ക് ചിലവിനുള്ള കാശ് വേണം, ബാക്കിയുള്ള കാര്യങ്ങൾ വേണം. അപ്പോൾ ഒറ്റയ്ക്ക് അവർക്ക് അന്ന് ഇങ്ങനെ പോകാൻ സാധിക്കുമെന്നുള്ളത് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അത് സത്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അവർ ചിലപ്പോൾ വിവാഹം കഴിച്ചേക്കാം, അല്ലെങ്കിൽ ലിവിങ് ടുഗദറായി താമസിച്ചേക്കാം എന്നുള്ള രീതിയിലാണ്. മക്കൾക്ക് അതിനകത്ത് എതിർപ്പൊന്നും ഇല്ല എന്നുള്ള കാര്യമാണ് അന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോഴ് ഈ പറയുന്ന രേണുസുതി ഇതെല്ലാം മാറി. ആ ഓരോ സമയത്തെ അവരെ മാറ്റം കണ്ടല്ലോ, അവരുടെ സൗന്ദര്യത്തിൽ വരുന്ന മാറ്റം കണ്ടല്ലോ. ഇപ്പോഴത്തെ രേണുസുതി ആയി കഴിയുമ്പോഴുള്ളൊരു ഇന്റർവ്യൂ ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഒരിത്, അതായത് കാമുക ഒന്ന് തെറ്റിദ്ധരിക്കരുതേ, ഇവരെന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന ഇതൊക്കെ. അയ്യോ, ലൈൻ കട്ട്.
കിട്ടി, കിട്ടാനുള്ളതൊക്കെ കിട്ടി. ഇത് മതി കേട്ടാ, നമുക്കിത് മതി. ഇത് കട്ടയില്ല. ഇതിനകത്ത് നമ്മൾ അതിനകത്ത് ഇത് കാണുമ്പോഴത്തേക്ക് നമുക്കറിയാം, എന്തായാലും നമുക്കറിയാം ഇതിനകത്ത് അവർ വന്നിരുന്നിട്ട് പറയുന്നത് എന്താണ്, ആക്ടിങ് ആണ് എന്നുള്ളത്. അവരടിക്ക് പറയും, ഞാൻ അറിയാതെ പറഞ്ഞു പോയ ലൈൻ കെട്ട് കാമുക. അപ്പം നമ്മുടെ മനസ്സിൽ തോന്നുമല്ലോ, ഒരു രേണുസുതിക്ക് കാമുകനുണ്ടോ, അതായത് ഒളിച്ചു വെച്ചുകൊണ്ട് ഏതാണ്ടൊക്കെ കാര്യങ്ങൾ തുറന്ന് പറയുന്നതിൻ്റെ കൂട്ട് അവർ പറയുന്നു. അപ്പോൾ ഈ യൂട്യൂബ് ആ ചാനലിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നവർക്ക് എന്താണ് വേണ്ടത്, ഇതുപോലുള്ള കണ്ടന്റുകളാണ് വേണ്ടത്. ആൾക്കാർ രേണുസുതിയിൽ നിന്നും കൂടുതലും പ്രതീക്ഷിക്കുന്നത് എന്താണ്, ഇങ്ങനത്തെ വീഡിയോസാണ്. രേണുവിനെ കാണുന്നവർ ഏറ്റവും കൂടുതൽ ഒന്നീ നെഗറ്റീവ് മൈൻഡ് വെച്ചുകൊണ്ട് കാണുന്നവരായിരിക്കും, കുറച്ച് ഒരു പോസിറ്റീവ് മൈൻഡ് വെച്ചുകൊണ്ട് കാണുന്നവരായിരിക്കും. എന്തായാലും രേണുസുതിയുടെ ഭാഗത്ത് നിന്നും ആൾക്കാർക്ക് വേണ്ടത് എന്തുവാ, ഇങ്ങനത്തെ കുറച്ച് ഡയലോഗുകളും അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കാഴ്ചകളുമാണ് വേണ്ടത്. അത് ഈ യൂട്യൂബർമാർ മാക്സിമം അവരിൽ നിന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. അവരെന്തെടുക്കുന്നു, ചീരയ്ക്ക് വെള്ളം ഒഴിക്കുന്നത് പോലെ ഓരോന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു, യൂട്യൂബർമാരുടെ അടുത്ത് അങ്ങ് അലക്കുന്നു. അപ്പോഴത്തേക്ക് അവർക്ക് എന്തായി, ഒരു വൈറൽ സ്ട്രാറ്റജിയായി. അതാണ് അവരുടെ ഒരു മൈൻഡ്, അവരൊരു മെൻറ്റാലിറ്റിയാണ്. സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഈ ഒരു സ്റ്റാർട്ട് നിൽക്കാൻ വേണ്ടി പിന്നെ അവർ ഓട്ടോമാറ്റിക് അങ്ങനെ ചെയ്തു പോകും. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ നമുക്ക് ഒരു വീഡിയോ ഉണ്ട്, അതുകൂടെ കണ്ടിട്ട് നമുക്ക് നിർത്താം. ചേച്ചി നമുക്ക് അവിടെ ഫ്ലാറ്റിൽ അങ്ങോട്ട് വരാൻ പറയും, അപ്പാർട്ട്മെന്റ്. ചേച്ചിയുടെ കുറെ സാധനങ്ങൾ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയാ സാധനങ്ങൾ? കുറച്ച് ഡ്രസ്സ്, ഒരു ബാഗ്. എന്തൊക്കെ ഡ്രസ്സാണ് ഒരു മനുഷ്യനിടുന്ന എന്തൊക്കെയാണ് ഡ്രസ്സ്, അതൊക്കെ ആക്ച്വലി നീ തീർന്നു കേട്ടോ. അതെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് രേണു പോയത്. കൊറേ ഉണ്ടായിരുന്നു. ഷൂട്ടിന് വന്നപ്പോ കൊറേ ലഗേജ് ആയിട്ട് വന്നു. അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ദിവസം വരുമ്പോ അത് കൊടുക്കാന്നാണ് ഞാൻ പറഞ്ഞത്. പകലൊക്കെ ഇന്റർവ്യൂവിനും കാര്യങ്ങളൊക്കെ ഷൂട്ടിനൊക്കെ പോകും. കാറിനുള്ളിൽ കയറി ഇരിക്കുവാണോ? കാറിനുള്ളിൽ കയറി ഇരിക്കാൻ രണ്ടുപേരുടെ ഭയങ്കര ചൂട് പുറത്ത്. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ഷൂട്ട്? അടിപൊളി ഷൂട്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ക്ഷീണിച്ചോ? അങ്ങനെ ക്ഷീണിക്കുന്നവരല്ല ഞങ്ങൾ, അല്ലേ? തീയിൽ കുരുത്തത് എത്ര ഷൂട്ടുകൾ. എനിക്ക് എന്തായാലും ആദ്യം ഞാൻ ഇങ്ങനെ ഇനി ഇതിനകത്ത് സ്പോഞ്ച് എന്ന് പറയുന്നവർക്ക് എനിക്ക് ഒരു വിഷയമില്ല, അറിയാം, എനിക്കറിയാം എന്താണ്. അതുകൊണ്ട് എനിക്കിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമില്ല. സ്പോഞ്ചാണോ ഇത് എനിക്കറിയാം ഇത് എന്താന്ന്. എനിക്കിപ്പോ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്കെങ്ങനെ അറിയാമോ? ഇപ്പൊ ഇതേപോലുള്ള ഈ നുറുങ്ങ് വീഡിയോകൾ കണ്ടല്ലോ ഞങ്ങള്. ഇതാണ് ഈ രേണുസുതിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പറയാനുള്ള കാരണം. അപ്പോൾ ഇവരുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരാണ് ഡബിൾ മീനിങ്ങിലുള്ള സംസാരം ഏറ്റവും മെയിനായിട്ട് പറയുന്നത്. രണ്ടാമത് അവരുടെ ഒരു പുച്ഛത്തോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, എനിക്ക് ആരെയും വകവെക്കണ്ട, അതാണ് ഇതാണ് എന്ന് പറഞ്ഞുള്ള രീതി. പിന്നെന്ന് പറഞ്ഞാൽ ഇവർ മനഃപൂർവ്വമായി കണ്ടന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ മീഡിയയ്ക്ക് മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് എനിക്ക് ഫേമസ് ആയി നിൽക്കണം, അതിന് നിങ്ങൾ നെഗറ്റീവ് ഈ ഒരു കണ്ടന്റ് എടുത്ത് വെച്ച് അലക്കിക്കോ എന്ന മൈൻഡിൽ ഓരോന്നും മനഃപൂർവ്വം പറഞ്ഞു കൊടുക്കുക. ഇവർ ഷൂട്ടിങ്ങിന് പോകുന്നുണ്ട്, ആൽബത്തിൽ അഭിനയിക്കുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അതിനൊന്നും നമ്മളെതിരല്ല, അവർ ചെയ്യട്ടെ, അവരെ നല്ല കാര്യം. അതിൻ്റെ ഇടയ്ക്കൂടി ഈ യൂട്യൂബർമാർ കൊടുക്കുന്ന ബൈറ്റുകളുണ്ടല്ലോ, ആ ഒരു ബൈറ്റുകളാണ് ഏറ്റവും കൂടുതൽ ഇവർ എന്തെടുക്കുന്നത്, നെഗറ്റീവിലേക്ക് എത്തിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആരെയും കുറ്റം പറയാൻ ഒക്കത്തില്ല. ഇവരുടെ ഒരു സംസാര രീതിയും ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ അങ്ങനെയാണ്. ഇവർ പലരുടെയും കൂടെ വന്നിട്ട് അതെൻ്റെ കാമുകനാണോ, അതെൻ്റെ കൂട്ടുകാരാണോ, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇങ്ങനെയാണ്. എന്നിട്ട് ഒരു വീഡിയോക്കകത്തൊക്കെ ഞാൻ കണ്ട്, ഞങ്ങൾ രണ്ടും ഒരു റൂമിലാണ് റൂമെടുത്ത് താമസിച്ച്, അതിനെന്താ കുഴപ്പം എന്നൊക്കെ പറയുന്ന വീഡിയോകൾ. ഇതൊക്കെ കേൾക്കുമ്പോൾ യൂട്യൂബർമാർ എന്തോ എടുക്കും, രേണുസുതി താമസിച്ചു ഇന്നാടെ കൂടെ എന്നും പറഞ്ഞൊക്കെ ക്യാപ്ഷൻ ഇട്ടുകൊണ്ട് എടുത്ത് അങ്ങോട്ട് അലക്കും. ഇവർക്ക് എന്തായാലും ഇപ്പോൾ ഒരു ആവറേജ് ഒരു ഗ്രാഫ് മേളിൽ ഇങ്ങനെ പോകുവാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് താപ്പോട്ട് പോകാൻ ഇവർക്ക് പറ്റത്തില്ല. പോയി കഴിഞ്ഞാൽ പിന്നെ രേണുസുതി ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഹൈപ്പ് എപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതിന് ഇടയ്ക്കൂടെ ഈ കിട്ടുന്ന ഇവർ ഈ പറയുന്ന ഈ ഒരു ആൽബത്തെ അഭിനയിക്കുന്ന, നാടകത്തെ അഭിനയിക്കുന്ന എന്നൊക്കെ പറയുന്നു, അതിലൊക്കെ അഭിനയിച്ചിട്ട് എത്ര പേര് ആൽബവും ഇതും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്? ആരും കാണുന്നില്ല. ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാണുന്നത് എന്തോ ഈ മീഡിയയ്ക്ക് കൊടുക്കുന്ന ഇതുപോലുള്ള ബൈറ്റ്സുകളാണ്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂകളാണ്. അപ്പം രേണുസുതിക്ക് അതുണ്ടെങ്കിലേ ഉള്ളൂ, ഈ ആൽബം ഇതൊന്നും കൊണ്ടൊന്നും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഈ സോഷ്യൽ മീഡിയ കൊടുക്കുന്ന ഈ ബൈറ്റ്സുകളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൊടുക്കുന്ന ഈ ഒരു ഇൻ്റർവ്യൂകൾ കൊണ്ട് മാത്രമൊക്കെ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് അവർക്ക് നന്നായി അറിയാം. അതിൻ്റെ സൈഡായിട്ട് വരുന്നതാണ് ഈ ആൽബവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇൻ്റർവ്യൂവും മറ്റ് ഈ പറയുന്ന ബൈറ്റ്സൊക്കെ കൊടുത്ത് ആൾക്കാർ കൂടുതൽ റിയാക്റ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയ വൈറലായി നിൽക്കുമ്പോൾ അവർക്ക് എന്ത് കിട്ടും? കൊളാബ് കിട്ടും, പിന്നെന്താ കിട്ടും? പ്രൊമോഷൻ വർക്ക് കിട്ടും, പിന്നെന്താ ഉദ്ഘാടനങ്ങൾ കിട്ടും. അത് രേണുസുതി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നാൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ആരും കാണാത്ത ഒന്നോ രണ്ടോ പൊട്ട ആൽബത്തിൽ അഭിനയിച്ചുകൊണ്ട് ആര് മൈൻഡ് ചെയ്യാൻ? എത്രയോ ആൽബങ്ങൾ ഇറങ്ങുന്നു, എത്രയോ ഷോർട്ട് ഫിലിമുകൾ ഇറങ്ങുന്നു, ആരൊക്കെ അറിയുന്നു, ആരെ അറിയുന്നു? ഒന്നും അറിയുന്നില്ല. അപ്പം രേണുസുതിയോട് പറയാനുള്ളത്, നിങ്ങൾ വിവാഹം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ നിങ്ങളുടെ ഇഷ്ടം.
നിങ്ങളെ ലിവിൻ ടുഗദറായി കഴിയുകയോ കഴിയാതിരിക്കുക നിങ്ങളുടെ ഇഷ്ടം. അതിനൊന്നും നമുക്കൊരു എതിർപ്പില്ല. ഈ മനുഷ്യരെ പൊട്ടരാക്കുന്ന രീതിയിൽ മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് നിന്നുകൊണ്ടുള്ള ഈ ആക്ടിങ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് കണ്ടന്റ് തന്ന രേണുസുധിക്ക് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കുക. അതോടൊപ്പം പഴയ വീഡിയോസൊക്കെ ചാനൽ കിടപ്പുണ്ട്, അതുകൂടി സമയമുള്ളവരൊന്ന് കയറി കാണുക. വേറൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്